നമ്മുടെ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ 1 മാസം കഴിയും. ഈ ഒരു ഗ്യാപ്പിൽ ഇതിൽ നല്ല രീതിയിൽ ആൽഗെ ഫോം ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലാന്റ് ടാങ്ക് ആയതുകൊണ്ടാണ്. പിന്നീട് ഇതിലുള്ള ഒരു UV ലൈറ്റ് ആണ്. ഏറ്റവും അവസാനത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിലൊരു ഫിൽറ്റർ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം വൃത്തിയാക്കി കൊടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മീനുകൾക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട്. അവരതൊക്കെ കഴിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം വൃത്തിയാക്കുകയുള്ളൂ. അങ്ങനെ മീനുകൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ഇതിലെ ലൈറ്റിംഗ് ഓഫ് ആക്കുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു ബക്കറ്റിലേക്കാണ് നമ്മൾ ഈ പൈപ്പ് ഉപയോഗിച്ച് വെള്ളം മാറ്റാനായിട്ട് പോകുന്നത്. അങ്ങനെ 2-3 വട്ടമായിട്ട് വെള്ളം കളഞ്ഞ് നമ്മൾ ഈ അക്വേറിയത്തെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കോളേജിലൊക്കെ പോകുന്ന സമയമുണ്ട് നമ്മളൊരു മോട്ടോർ ഉപയോഗിച്ചാണ് ഇതിലെ വെള്ളമൊക്കെ നിറച്ചത്. അങ്ങനെ വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിലേക്കുള്ള ബാക്ടീരിയ ഇടാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു സബ്സ്ട്രേറ്റ് നമ്മൾ ഇതിനു വേണ്ടി ഇടുന്നത്. പ്ലാന്റിന്റെ ഗ്രോത്തിനൊക്കെ നല്ല രീതിയിൽ യൂസ്ഫുൾ ആണ്. ഇതുപോലെ ഒരു ബൗളിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇത്തിരി പൊടിയിട്ട് കൊടുക്കും. പിന്നെ അത് നല്ലപോലെ കലക്കി കഴിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ ഈ അക്വേറിയത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയുള്ളൂ. ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാട്ടോ, ഇതിലെ ലൈറ്റ് ഓഫ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെ നമ്മുടെ സബ്സ്ട്രേറ്റ് പൊടി കളിക്കിയ വെള്ളം നമ്മൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ടാങ്ക് ഒരു ക്ലൗഡി ഫീൽ ആയി. ഇനി ഒരു 2 മണിക്കൂറിന് ശേഷമേ നമ്മൾ ഇതിൽ ലൈറ്റ് ഓൺ ആക്കുകയുള്ളൂ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അക്വേറിയത്തിന്റെ അവസ്ഥ ഏകദേശം ഇതുപോലെ. വെള്ളം ആദ്യമായിട്ട് മാറ്റിയോണ്ടാന്ന് തോന്നുന്നു. മീനുകൾക്കൊക്കെ നല്ല രീതിയിൽ പേടിയുണ്ട്. അപ്പൊ അത്രയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം.